السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. സർവാദരണീയരായ അധ്യക്ഷരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹപാഠികളെ, ജാസിയ നടത്തുന്ന മഹ്ഫിൽ 2025 ഈ അസ്ലബ് മുഹൂർത്തത്തിൽ കാരുണ്യത്തിൻ്റെ തിരുനബി എന്ന വിഷയത്തെ ആസ്വദിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, വിവര സാങ്കേതിക വിദ്യയുടെയും മറ്റും അതിപ്രസരണത്തിന്റെ ഈ കാലത്ത് മനുഷ്യൻ വളരെയേറെ പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും മനുഷ്യർ പരസ്പരമുള്ള ഊഷ്മളമായ ബന്ധത്തിന് കാര്യമായ ശോഷണം സംഭവിച്ചിരിക്കുന്നു എന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ മനുഷ്യരോടും ഇതര ജീവികളോടും കാരുണ്യത്തോടെ പെരുമാറിയാൽ മാത്രമേ ഇവിടെ ശൈര്യപൂർണമായ അന്തരീക്ഷം രൂപപ്പെടുകയുള്ളൂ. കാരുണ്യത്തിന്റെ മഹത്തായ അധ്യാപനങ്ങൾ ഈ ലോകത്തിന് പകർന്നു കൊടുത്തിട്ടാണ് അഷ്റഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു ജനസഞ്ചയത്തെ സ്നേഹത്തിന്റെ സ്വർണ്ണ നൂലിൽ കോർത്തു വെച്ച പ്രവാചക ജീവിതത്തിന്റെ സാരാംശങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ സ്നേഹത്തിന്റെ മഹാമാന്ത്രികകൾ മാത്രമേ നമുക്കവിടെ കാണാൻ കഴിയുകയുള്ളൂ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുമ്പോൾ തന്നെ വലൗ കുൻത ഫല്ലൻ അലീൽ ഖൽബി ലൻഫല്ലു മിൻ ഹൗലിക്. താങ്കളെങ്ങാനും പരുഷ സ്വഭാവക്കാരനും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ജനങ്ങൾ അങ്ങയുടെ ചുറ്റും നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു എന്നും കൂടി ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണെന്ന് കുപ്രചരണം നടത്തിയവരോട് പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന തോമസ് കാർലൈൻ പറഞ്ഞ വാക്ക് നാം ഓർക്കേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞാൽ എന്തിനും സന്നദ്ധരായിരുന്ന 1 ലക്ഷത്തോളം വരുന്ന അനുയായികളെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ മുഹമ്മദിന് സാധിച്ചു എന്നിടത്ത് നിന്നുകൊണ്ടാണ് മുഹമ്മദിനെ നാം മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കാരുണ്യം അഥവാ റഹ്മത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരം തന്നെയായിരുന്നു. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു എന്നാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ എന്ന മലക്കിനെ കണ്ട് ഭയചകിതനായി വന്ന തിരുമേനിയോട് മഹദി പറയുകയാണ്, അങ്ങ് എന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങ് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അല്ലാഹു ആണ് സത്യം. അങ്ങേ അല്ലാഹു ഒരിക്കലും കൈവെടിയുകയില്ല. അങ്ങ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവരാണ്, സത്യം മാത്രം സംസാരിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ ഭാരം ഏറ്റെടുക്കുന്നവരാണ്, അതിഥിയെ സൽക്കരിക്കുന്നവരാണ്, മഹാമാരികളിൽ ജനങ്ങളെ സഹായിക്കുന്നവരാണ്. അതെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക എങ്കിൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ ചെയ്യും എന്ന് കേവലം ഒരു പ്രസ്താവന നടത്തുക മാത്രമല്ല അവിടുന്ന് ചെയ്തത്, മറിച്ച് ജീവിതത്തിലുടനീളം അതിന്റെ മഹോന്നത മാതൃകകൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ആയതിനാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്ത്രിക ബിംബത്തിൽ ജീവിക്കാനും അവിടുത്തെ മനസ്സറിന് സ്നേഹിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.